നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ അന്നൊരു റെസ്റ്റേ ഉണ്ടാവില്ല കേട്ടോ. ഇന്ന് ഇതേപോലെ നമ്മുടെ വീട്ടിലൊരു സുദർശനഹോമം കഴിക്കണമെന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങാനും പരിപാടികൾക്കൊക്കെ ആയിട്ട് ടൗണിലേക്ക് പോയതാണ്. പോയി വന്നിട്ട് വേഗം ഉപ്പേരി ഉണ്ടാക്കിയിട്ട് ചോറുണ്ടാണ് കേട്ടോ. രാവിലെ ഇഡ്ഡലിയും സാമ്പാറും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് കറി വെക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. പിന്നെ ഉപ്പേരിക്കെല്ലാം നുറുക്കി വെച്ചിട്ടാണ് കേട്ടോ പോയത്. വന്നിട്ടാണ് ഉപ്പേരി വെച്ചത്. ഏട്ടനെ കൂടെ ചൂടോടെ കഴിക്കണം ഇഷ്ടം. അപ്പോൾ അങ്ങനെ ഉപ്പേരി വെച്ചിട്ട് പിന്നെ ഞാനും ഏട്ടനൊക്കെ ഇരുന്ന് ചോറുണ്ടാണ്. ചോറും സാമ്പാറും ഉപ്പേരി നെല്ലിക്ക അച്ചാറും മുളക് വറുത്തതും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വേഗം പാത്രങ്ങൾ കഴുകി വെച്ചിട്ട് എല്ലായിടും ഒന്ന് അടിച്ചു വരി തുടയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ വൈകുന്നേരം ഒരു 3:30 ആകുമ്പോൾ അവർ വരുന്നതാണ് പറഞ്ഞത്. അപ്പോഴേക്കും എല്ലായിടും ഒന്ന് വൃത്തിയാക്കി ഇടാൻ വേണ്ടിയിട്ടാണ്. അടിക്കുപോലും തുടക്കലൊക്കെ കഴിഞ്ഞപ്പോൾ അതാ അടുക്കളയൊന്ന് വൃത്തിയാക്കുകയാണ് കേട്ടോ. പാത്രങ്ങളൊക്കെ കഴുകി നമ്മുടെ അടുപ്പൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കുകയാണ്. അവർക്ക് പ്രസാദമൊക്കെ ഉണ്ടാക്കണമെങ്കിൽ അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കി കൊടുക്കണമല്ലോ. അപ്പോൾ അങ്ങനെ ഏകദേശം പണിയൊക്കെ ഒരുങ്ങിയിട്ട് ഞങ്ങൾ വേഗം പുഴയ്ക്ക് പോയിട്ടോ. പുഴയിൽ പോയി കുളിച്ച് വന്നിട്ട് ആ ഡ്രസ്സ് മാറ്റിയിട്ടുണ്ട്. ഇന്ന് സർപ്രൈസ് ആയിട്ട് ഏട്ടൻ കൊടുന്നതാണ് കേട്ടോ ഈ ഒരു സെറ്റ് മുടിക്ക്. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിലേക്ക് ജാക്കറ്റായിട്ട് നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഇതുണ്ടല്ലോ, ബനിയൻ്റെ മോഡൽ റെഡിമെയ്ഡ് ജാക്കറ്റാണ് കൊടുക്കുന്നത്. പിന്നെ വൈകുന്നേരത്ത് പൂജാരികളൊക്കെ വന്ന് ഞങ്ങൾ പൂജയൊക്കെ തുടങ്ങായി. അപ്പോഴേക്കിതാ ഞങ്ങൾ പൂവൊക്കെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ പൂജയ്ക്കുള്ളതൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പൂജയുടെ അധികം വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അത്രയും നമ്മുടെ